ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഇൻട്രോ എടുക്കുന്ന ദിവസം വൈകുണ്ഠ ഏകാദശിയാണ്. എല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഞാനും എടുത്തിട്ടുണ്ട്. വീട്ടിൽ വേറെ ആരും എടുത്തിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ കണ്ണേട്ടൻ ജോലിക്ക് പോകുന്നു, പിള്ളേർ ഡിസ്റ്റൻസ് ലേണിംഗ് ആയി, അവരുടെ സ്കൂള് വീണ്ടും ഡിസ്റ്റൻസ് ലേണിംഗ് ആയി. അച്ഛന് പറ്റില്ല, വയസ്സ് എന്നുള്ള രീതിയിൽ. അമ്മയ്ക്ക് ഡയബറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ മാത്രമേ അമ്മ എടുക്കാറുള്ളൂ. അങ്ങനെ വൈകുണ്ഠ ഏകാദശി നോക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഇതുവരെയ്ക്കും ഭഗവാന്റെ സഹായം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഇനി രാത്രി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ കഴിക്കാതെ തന്നെ കിടക്കാൻ നോക്കും. ഓക്കെ, ഇന്ന് ചെയ്യാൻ പോകുന്നത് അമ്മ പറഞ്ഞു തന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ ഒരു പച്ചമാങ്ങ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ പച്ചമാങ്ങ ഉപ്പിലിടാന്ന് പറഞ്ഞിട്ട് മുറിച്ച സമയത്ത് ചെനഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെനഞ്ഞ മാങ്ങ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, മുത്തശ്ശി വെക്കണ ഒരു കൂട്ടാൻ പറഞ്ഞു തരാം, നീ പെട്ടെന്ന് വെച്ചോ, അടിപൊളി ടേസ്റ്റാണ് എന്ന് പറഞ്ഞു. കൂട്ടാൻ്റെ പേര് നിങ്ങൾ തമ്പനയിലിൽ കണ്ടിട്ടുണ്ടാവും, മാങ്ങ തേങ്ങ കൂട്ടി വെച്ചത്. അങ്ങനെ എന്താ പറയുക, അവർക്ക് ആ ഒരു കൊളോക്കിയൽ സ്ലാങ്ങിൽ പറയുന്നതാണോ തോന്നുന്നു. മാങ്ങ തേങ്ങ കൂട്ടി വെച്ചത് എന്ന് പറയുന്ന കറിയാണ് കാണാൻ പോകുന്നത്. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അമ്മ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മടുത്ത് ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നത്. നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ചെനഞ്ഞ മാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏത് തരം മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല. ചെനഞ്ഞ മാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങ തേങ്ങ കൂട്ടി അരച്ചോ വെച്ച് നോക്കൂ, സൂപ്പർ ആയിരിക്കും. ഓക്കെ, വരൂ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. അപ്പോൾ മാങ്ങ തേങ്ങ കൂട്ടി വെച്ചത് എന്നൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ ഒരു മാങ്ങ ഞാൻ പച്ചയാണെന്ന് വിചാരിച്ചിട്ട് അച്ചാറിന് വേണ്ടിയിട്ട് എടുത്തതാണ്. നോക്കിയപ്പോൾ ചെനഞ്ഞിരിക്കണു. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, കൂട്ടാൻ മാറ്റിക്കോ, മാങ്ങ തേങ്ങ കൂട്ടി വെക്കാം നമുക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഉണ്ടാക്കാൻ പോവാണ്. മാങ്ങ തേങ്ങ കൂട്ടി വെക്കാൻ പോവാണ് അമ്മ. എന്തായാലും ഞാൻ അമ്മയ്ക്ക് മുറിച്ചു കൊടുക്കട്ടെ. ഇങ്ങനെ നമ്മൾ തോല് ഇങ്ങനെ ചെത്തിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അമ്മ ഉണ്ടാക്കാൻ പോണു മാങ്ങ തേങ്ങ കൂട്ടി അരച്ചത്. മാങ്ങ ചെത്തിയെടുത്തു. അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടു. എരിവിനനുസരിച്ച് മുളക് പൊടി, ഞങ്ങളുടെ കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ പോലെ തോന്നിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടോളി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് തിളക്കാനിടുക. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി വെള്ളം, ഒരു ശർക്കര പൊട്ട്, അത് നല്ല പൊടിയല്ലേ, അപ്പൊ അത് ഇതിനൊരു സ്പൂൺ ഇട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അരയ്ക്കാനുള്ളതൊക്കെ പിന്നെ ചെയ്യാം. അരയ്ക്കാനൊന്നും പ്രത്യേകിച്ച് എടുക്കാനൊന്നുമില്ല. തേങ്ങയും ജീരകവും അരച്ചൊഴിക്കുക. ഇത് മുത്തശ്ശി ഉണ്ടാക്കണ? മുത്തശ്ശി ഉണ്ടാക്കണതാണ്. അതെ, ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതും കൊണ്ടാട്ടം വറുത്തതും സൂപ്പറായിരിക്കും. അപ്പൊ നമുക്ക് കൊണ്ടാട്ടം വറുക്കാം. നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഖജനാവ് നിറഞ്ഞിരിക്കണ്ടല്ലോ. ഇത് നമ്മൾ പരിപ്പ് കടയാൻ പോവുകയാണ്, അതിന് സൈഡായിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കാം. ഞാൻ 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അമ്മേ, ജീരകം എത്ര? മോരൊഴിച്ച കൂട്ടാൻ ഇടണ പോലെ ഇടണോ അതോ മുളകൂഷ്യത്തിന് ഇടണ പോലെ? ഓക്കെ, അപ്പൊ 1 സ്പൂൺ ഇട്ടു. ഓക്കെ, ഇനി ഇത് എങ്ങനെ വെണ്ണ പോലെ അരക്കാണ്? ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത് ഞാൻ വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് വരാം. ഓക്കെ, തിളച്ചുകൊണ്ടിരിക്കുന്നു. ഓ, കയറിട്ടോളൂ. ശർക്കര എത്ര വേണം? ശർക്കര 1 സ്പൂൺ.
പൊടിച്ചത് പൊടിച്ചത് മതി. മതിയല്ലേ? ഓക്കെ, ഇനി ഇത് വേവട്ടെ. അപ്പോഴേക്കും അത് അരച്ചു ഞാൻ. ഓക്കെ, മാങ്ങ വന്നു ഒഴിക്കട്ടെ. നല്ല മണം. ഇത് മുളകൂഷ്യത്തിൻ്റെ പോലെ ജീരകം മണം പോണോ? പോണ്ട. ഓക്കെ, മാങ്ങ എന്താണ് മാങ്ങ തേങ്ങ കൂട്ടി വയ്ക്കുക. ഇനി ഇതിൽ വെള്ളമാക്കണോ? ഓക്കെ, അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചിട്ടില്ല അമ്മ. ഞാൻ കുറച്ചും കൂടെ ഒഴിക്കാം. ഇതാ ഞാൻ ഒലിമ്പി വേണമെങ്കിൽ ഒഴിച്ചോളൂ. ഓക്കെ, ഞാൻ തന്നെ. ഓക്കെ, സ്വാദ് നോക്കൂ. ഞാൻ നോക്കണം. ഓക്കെ, സൂപ്പറായിട്ട്. ആയി, അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ഉപ്പ് വേണം അമ്മേ. അതെ അല്ലേ? ആ, ഇത്തിരി ഉപ്പിടാം. നന്നായിണ്ട് കേട്ടോളെ, അസലായിണ്ട്. പോരെ? ഓ, അപ്പോൾ ഉപ്പും കൂടി ഇടുക. നന്നായിട്ട് കടുക്, കരുവേപ്പില, എന്നാണ് പറയുക, ഇത് ഒരു ഇത്തിരി വറമുളക്, ഉലുവ. ഓക്കെ, വറുത്തിടാം. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുക്, ഉലുവ, വറ്റൽമുളക്, കരുവേപ്പില എന്നിവ ഇടുന്നതായിരിക്കും. ആയി കടുകിട്ടു. ഉലുവയിട്ടു, കറിവേപ്പിലിട്ടു. വിചാരിച്ച പോലെയൊന്നും നിങ്ങൾ അവിടുത്തെ പൊട്ടലൊന്നും ഇവിടെ പ്രതീക്ഷിക്കണ്ട. ഓക്കെ, ഇനി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. വാ, സൂപ്പർ ഇതല്ലേ? ആ, തന്നെ സൂപ്പർ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കാം. ഓക്കെ, നമ്മുടെ ചേമ്പ് റോസ്റ്റാണിത്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് അറിയിക്കുക, ഉണ്ടാക്കി കാണിച്ചു തരാം. സൂപ്പറായിരിക്കും തൈരും ചോറിൻ്റെ കൂടെയൊക്കെ. ചേമ്പ് കിഴങ്ങ് റോസ്റ്റ്. പിന്നെ ഇവിടെ പരിപ്പ് കടഞ്ഞത്. നമ്മൾ ഓക്കെ, നേരത്തെ വിളമ്പിയ പ്ലേറ്റ് കണ്ണേട്ടൻ്റെ ആയിരുന്നു. ഇനി നമുക്ക് ഘട്ടം ഘട്ടമായി പോകാം. ആദ്യം കുറച്ച് ചോറ് എടുക്കുക. ഈ കട്ടിപ്പരിപ്പ് അച്ചയുടെ ഫേവറേറ്റാണ്. ഈ പരിപ്പ് കൂട്ടാൻ അതിൻ്റെ നെറുകയിൽ ഒഴിക്കുക. എന്നിട്ട് ആരോടും ഒന്നും പറയാണ്ട് അതിൻ്റെ മുളകൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിട്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് ഇവിടുത്തെ കരുവേപ്പില എന്തിനാ കുട്ടി കളയണ ചോദിക്കും. ഇവിടുത്തെ കരുവേപ്പിലൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോളൂ, ഛർദ്ദിക്കാൻ വരും. എന്നിട്ടിത് നന്നായിട്ട് അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് കുഴയ്ക്കുക. ആയല്ലോ. എന്നിട്ട് ഉണക്ക സ്രാവ് വറുത്തത് 1-2 പീസ്
ആരും ഒന്നും പറയില്ല, എന്നാലും വയ്ക്കാം. എന്നിട്ട് ആദ്യം സ്രാവ് മീനും കുറച്ചെടുത്ത് ഈ പരിപ്പ് കറിയും കൂടി കഴിക്കുമ്പോൾ ഒരു തരം ആനന്ദം വരും. ഇത് പരിപ്പ് കടഞ്ഞത്, കട്ടിപ്പരിപ്പ് ഇട്ടുള്ളൂ. കുറച്ച് ചോറ് എടുക്കാൻ പാടുള്ളൂ, നമുക്ക് മറ്റേത് കഴിക്കാനുള്ളതല്ലേ. മാങ്ങ തേങ്ങ കൂട്ടി വെച്ചത്, തേങ്ങ കൂട്ടി വെച്ചത്. ഇനി ഇവിടെ കമോൺ, നമുക്ക് സെക്കൻഡ് നോക്കാം. ഇനി അടുത്തത് നമുക്ക് പോവാം. മാങ്ങ തേങ്ങ കൂട്ടി അരച്ചത്, വെച്ചത് സോറി മാറ്റി പറഞ്ഞു. എന്താ വെച്ചാൽ ഞാനിതുവരെയ്ക്കും ഇത് ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പം ആദ്യമായിട്ടായതുകൊണ്ട് കൂട്ടാൻ്റെ പേര് വരുന്നില്ല. നല്ല മാങ്ങ, നല്ല സ്വാദുണ്ടല്ലേ. ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ പോലെയൊക്കെ അല്ലേ? നൈസ്. ഈ മാങ്ങ കർപ്പൂര മാങ്ങയാണോ? കർപ്പൂര മാങ്ങയാണോ? പച്ച. അത് പഴുത്തു. ഞാൻ അച്ചാറുണ്ടാക്കാൻ വേണ്ടി വെച്ചാണ് അതുണ്ട്, ചെരഞ്ഞിരിക്കുന്നു. സലാഡ് കൂടെ 2 പപ്പടവും കൂടെ ആയ വടകം തരൂ. അപ്പോൾ കൊണ്ടാട്ടവും വടകവും കൂട്ടി നമ്മൾ ഇത് കഴിക്കുമ്പോൾ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണാം. Till then, take care and bye-bye. Vinny's Kitchen.